सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द जानकीकान्तस्मरणं जय जय राम राम। नमः पार्वतीपतये हर हर महादेव। जय बोल सद्गुरु महाराज की जय। बोलो नारायणा जय जय विठ्ठला। बोलो नारायणा जय जय। बोलो नारायणा जय जय विठ्ठला। बोलो नारायण लक्ष्मी नारायण रंग रंग विठ्ठला। लक्ष्मी नारायण रंग रंग गोविंद विठ्ठला। गोपाल विठ्ठला। गोविंद गोविंद विठ्ठला। गोपाल विठ्ठला। श्रीरंग विठ्ठला पांडुरंग विठ्ठला। श्रीरंग विठ्ठला। बोलो नारायण जय जय विठ्ठला। बोलो नारायण जय जय। जय जय विठ्ठला। जय 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 विठ्ठला। जय 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 विठ्ठला। जय 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 विठ्ठला। जय 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 विठ्ठला। जय 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 विठ्ठला। बोलो नारायण जय जय विठ्ठला। बोलो नारायण जय जय विठ्ठला। सर्वत्र गोविन्दनामसङ्कीर्तनं जय बोल सद्गुरुनाथ महाराज की। हरे रामे कृष्णेति नाम संकीर्तनं सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे। प्रेमिकेन्द्रगुरोः कीर्तिं दिक्षु सर्वासु कीर्तयन् यस्सञ्चरति लोकेऽस्मिन् कृष्णदासात्मजं भजे। नामकीर्तनमात्रेण सुप्रसन्नं कृपानिधिं भक्तकोलाहलं वन्दे भक्ताभीष्टफलप्रदं। सत्यं परं धीमहि नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। सोलङ्कृषिष्ट भगवान् वचांसि मे हयग्रीव हयग्रीव हयग्रीवेति यो वदेत् तस्य निस्सरते वाणी जह्नुकन्या प्रवाहवत्। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नां अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। इन्दुकुन्दतुषाराभा भक्तचित्तानुवर्तिनी वाणी मे रसनारङ्गे करोतु नटनं सदा। नमो नमस्ते अखिलमन्त्रदेवताद्रव्याय सर्वकृतवे क्रियात्मने वैराग्यभक्त्यात्मजयानुभावितज्ञानाय विद्यागुरवे नमो नमः। गोपिका जीवनस्मरणं गोविन्द गोविन्द। जय बोल सद्गुरुनाथ महाराज की जय। जय बोलो वराह भगवान की जय। സൂഷാച്ച മേ സുദിനഞ്ച മേ. ഇന്ന് നല്ല സുദിനമാണ്. വരാഹ ജയന്തി എന്ന പേരുള്ള ഇനി വരാഹ ഭഗവാന്റെ അവതാര ദിവസമാണ്. അപ്പോൾ വരാഹ ഭഗവാനെ നമ്മൾ സ്മരിച്ചിട്ട് തുടങ്ങാം. സഹസ്രനാമത്തിൽ സുവ്രതസ്സുമുഖസൂക്ഷ്മസുഘോഷസുഖതസുഹൃത്ത് ഭഗവാന്റെ നാമങ്ങൾ പറയുമ്പോൾ സുവ്രത നല്ല വ്രതം ഉള്ളവൻ. ഭഗവാനുക്ക് വ്രതം എന്താണ്? നമുക്ക് വ്രതം വേണ്ടി വരും. ഷഷ്ടി വ്രതം, ശിവരാത്രി വ്രതം, ഏകാദശി വ്രതം ഒക്കെ നമ്മൾ ഭഗവാനെ പ്രാപിക്കാൻ നമുക്കാണ് വ്രതം വേണ്ടത്. ഭഗവാനും വ്രതം എടുക്കുന്നുണ്ട്. സുവ്രത അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യൻ രാമായണ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതദ് വ്രതം മമ. ഇത് എൻ്റെ വ്രതം,
എന്നാണ് ഭഗവാൻ അവിടെ സുഗ്രീവനോട് രാമായണത്തിൽ പറയുന്നു. വിഭീഷണൻ വന്നപ്പോൾ അവനെ ചേർക്കേണ്ട സുഗ്രീവൻ അഭിപ്രായപ്പെട്ടു. സുഗ്രീവൻ മാത്രമല്ല, അവിടെ ഉള്ള എല്ലാ വാണരന്മാരും ഹനുമാൻ ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ വിഭീഷണനെ ചേർക്കേണ്ട. അപ്പോൾ ഭഗവാൻ പറയുന്നു, സകൃദേവ പ്രപന്നായ, ഒരു പ്രാവശ്യം എന്നെ ശരണം പ്രാപിച്ചാൽ മതി. ശരണം പ്രാപിക്കുന്നത് 3 വിധത്തിലാണ്: കായിക ശരണം, വാചിക ശരണം, മാനസിക ശരണം. മാനസികമായിട്ട് ഭഗവാനെ എല്ലാം നിൻ്റെയാണ് സങ്കല്പിക്കുന്നത്. പിന്നെ കായിക ശരണം, സാഷ്ടാംഗ പ്രണാമം പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ പ്രണാമം. ഇത് കായിക ശരണാഗതി. പിന്നെ വാചിക ശരണാഗതി, ഭഗവാനെ ഞാൻ നിൻ്റെ ആളാണ്, ഭഗവാന്റെ നാമം ജപിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കായിക ശരണാഗതി വയ്യ. എന്താ കാരണം, എല്ലാവർക്കും മുട്ടുമടക്കാൻ വയ്യ. പിന്നെ എങ്ങനെ സാഷ്ടാംഗ നമസ്കാരമൊക്കെ ചെയ്യാൻ പറ്റും? മിക്കവാറും എല്ലാവരും ഇങ്ങനെ തല കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കായിക ശരണാഗതി പറ്റില്ല. വാചിക ശരണാഗതി, മാനസിക ശരണാഗതി എല്ലാം ഭഗവാനാക്കിയ സങ്കല്പം നമുക്ക് ചെയ്യാനായിട്ടില്ല. നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഭഗവാനക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് തയ്യാറായിട്ടില്ല. അപ്പോൾ വാചിക ശരണാഗതി, രാമാ എന്ന് വിളിച്ചാൽ മതി. രാമാ ഞാൻ നിൻ്റെ ആളാണ് കൂടി പറയണ്ട. അപ്പോൾ അമ്മേനെ വിളിച്ചാൽ മതി. പിന്നെ അമ്മയെ വിളിച്ചിട്ട്, അമ്മേ ഞാൻ നിൻ്റെ മകനാണ്, എനിക്ക് വേണ്ടതൊക്കെ നീ നോക്കിക്കൊള്ളണം, ഇടയ്ക്ക് പാൽ കൊടുക്കണം, പിന്നെ ചോറ് കൊടുക്കണം, പിന്നെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ച് കൊണ്ടുവരണം. പിന്നെ ഒന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അമ്മേനെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ കുട്ടിക്ക് വേണ്ടതൊക്കെ അമ്മ നോക്കിക്കോളും. അതുപോലെ അമ്മേനെ കുമാരനൊരു അമ്മയെ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ രാമാണ് ഭഗവാനെ വിളിച്ചാൽ മതി. പിന്നെ ഞാൻ നിൻ്റെ ആളാണ് കൂടി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വിഭീഷണൻ നിൻ്റെ ആളാണ് കൂടി പറഞ്ഞു പോയി. തവാസ്മീതിച്ച യാചത്തെ, ചകാരം കൊണ്ട് രാമാണ് വിളിച്ചാൽ മതി. പിന്നെ ഞാൻ നിൻ്റെ ആളാണ് കൂടി എന്നോട് പറഞ്ഞില്ലേ. അങ്ങനെ ശരണം പ്രാപിക്കുന്ന എല്ലാ ജീവന്മാർക്കും അഭയം സർവഭൂതേഭ്യ, എല്ലാ ഭൂതങ്ങൾക്കും. ഇവിടെ 2 അർത്ഥം: ഭൂതായ ഭൂതാഭ്യാം ഭൂതേഭ്യ, ഭൂതാത്ത് ഭൂതാഭ്യാം ഭൂതേഭ്യ. 2 വിഭക്തിയിൽ പറഞ്ഞിട്ടുണ്ട്. സർവഭൂതേഭ്യ, എന്നെ ശരണം പ്രാപിക്കുന്ന ജീവനെ എല്ലാ ഭൂതങ്ങളിൽ നിന്നും, ഇത് പഞ്ചമി വിഭക്തിയാണ്, ആ ഭൂതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. ഇല്ലെങ്കിൽ എന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാ ജീവന്മാർ പൊരുട്ടും എല്ലാവർക്കും ഞാൻ അനുഗ്രഹിക്കാം. ഒരു ആണ്ണാറക്കനായാലും കുഴപ്പമില്ല, ഒരു കരടിയായാലും കുരങ്ങനായാലും. ആരെങ്കിലും കുരങ്ങനോട് സഖ്യം ചെയ്യാറുണ്ടോ? മനുഷ്യൻ തന്നെ പരസ്പരം കൈ കൊടുക്കാറില്ലേ? ചകാര സഖ്യേ ബദ ലക്ഷ്മണാഗ്രജ. അപ്പോൾ ഭഗവാൻ ശരണം പ്രാപിച്ച രാമാന് വിളിച്ചാൽ മതി, അവരെല്ലാവരും രക്ഷിക്കാൻ തയ്യാറാണ്. ഇതാണ് എൻ്റെ വ്രതം ഭഗവാൻ പറയുന്നു രാമായണത്തിൽ. ദദാമി ഏതത് വ്രതം മമ സുവ്രത. പിന്നെ സുമുഖ, ഇതിനെ പ്രത്യേകം വ്യാഖ്യാനം എഴുതിയിട്ടേ ഇല്ല ആദി ശങ്കരാചാര്യൻ. ഈ സുവ്രത ആ നാമത്തിന് വ്യാഖ്യാനം ഈ ശ്ലോകം. സുമുഖ, അതിനെ ഒരു ശ്ലോകം എഴുതി. സർവലോകാധികസ്യേവ ലക്ഷ്യത്തെ ചിത്തവിക്രിയ നവനം ഗന്ധുകാമസ്യ ത്യജതശ്ച വസുന്ധരാം. കൈ കാട്ടിലേക്ക് പോയിക്കോളൂ പറഞ്ഞപ്പോൾ എപ്പോഴും ഭഗവാന്റെ മുഖം മലർന്ന് താമര പോലെ ആയിരിക്കും. ഇപ്പോൾ എങ്ങനെയായിരുന്നു പറയുന്നു കമ്പരാമായണത്തിൽ? അണ്ടളർന്ന ചെന്തരാമരയെ വെன்றതമ്മ. അപ്പോൾ മലർന്ന താമരയുടെ ശോഭ എന്താണോ അത് തോറ്റു. പിന്നെ തോന്നി കമ്പളക്ക് എന്തായാലും അപ്പോൾ മലർന്ന താമര കുറച്ചു നേരം അങ്ങനെ വികസിക്കും, പിന്നെ കുറച്ച് വാടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എഴുതിയ താമര എന്തായാലും ആടാറില്ലല്ലോ, ചുവറ്റിൽ ഭിത്തിയിൽ. അതുപോലെയായിരുന്നു രാമൻ്റെ മുഖം. കാരണം താമര പോലൻ പോകുമ്പോൾ ചിലപ്പോൾ താമര വാടാൻ സാധ്യതയുണ്ട്, എഴുതിയ താമര വാടാറില്ല. അതുപോലെയാണ് ഭഗവാൻ സന്തോഷത്തോട് കാട്ടിലേക്ക് ചെന്നു. അപ്പോൾ സുമുഖ പറഞ്ഞാൽ ഇതാണ് ടെക്നിക്കൽ രാമൻ നമ്മൾ പഠിക്കേണ്ടതാണ്. വീട്ടിലിരിക്കുമ്പോഴും ഒരേപോലെ തുല്യ ആനന്ദം, കാട്ടിൽ ചെന്നാലും അതേപോലെ ഇരിക്കാൻ അതേപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിച്ചു രാമൻ. നമ്മൾക്കൊക്കെ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള കുഴപ്പം സൗഖ്യം, AC മുറിയിലേക്ക് ഇരിക്കാം. പിന്നെ വെയിൽ സമയത്ത് പുറത്ത് അവിടെ വയ്ക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. പക്ഷേ രാമർക്ക് രണ്ടും ഒരേപോലെ ആയിരുന്നു. അതുപോലെ കാരണം അവിടെ പറയുന്നു രാമൻ ഒരു ജ്ഞാനിയാണെന്ന്. അതാണ് ജ്ഞാനികളുടെ ലക്ഷണം. വലിയ ദുഃഖം വന്നാലും വലിയ സുഖം വന്നാലും ഒരേപോലെ തുല്യനി സമദുഃഖ സുഖ ക്ഷമി ജ്ഞാനികളുടെ ലക്ഷണമാണ്. അങ്ങനെ
രാമായണത്തിൽ ഭഗവാൻ പറയുന്നു, എന്നെ ശരണം പ്രാപിച്ചവർ ഞാൻ രക്ഷിച്ചോളാം. അതാണ് ചരമശ്ലോകം പറയാറുണ്ട്. ചരമശ്ലോകം പറഞ്ഞാൽ ചരമ ഉപായം, അവസാനം ഭഗവാനെ എത്തിക്കാനുള്ള വഴി ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു വീട്ടിലേക്ക് നമ്മൾ വഴി കുടിച്ചാൽ ചിലപ്പോൾ ശരിയാവുന്നില്ല, ആ വീട്ടുകാർ പറഞ്ഞു കൊടുത്താൽ അത് എളുപ്പ വഴിക്ക് ഇങ്ങനെ ഇടയിൽ കയറിയാൽ ഇങ്ങനെ എത്താം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അതുപോലെയാണ് ഭഗവാൻ തന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. എന്നെ ശരണം പ്രാപിച്ചാൽ മതി, നാമം ജപിച്ചാൽ മതി. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാരാം. രഘുപതി രാജാറാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राजा राम पतित पावन सीताराम. ശ്രീരാമ എന്നെ വിളിച്ചാൽ മതി, ഞാൻ രക്ഷിച്ചോളാം. രാമായണത്തിൽ പറയുന്നു ഭഗവാൻ. കൃഷ്ണാവതാരത്തിൽ വേറെ പറയുന്നു. അവിടെ പറയുമ്പോൾ ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ ദുഃഖിക്കേണ്ട, നിന്നെ ഞാൻ പാപങ്ങളിൽ നിന്നും വിമോചനം ചെയ്തോളാം. ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെ യേശു പറഞ്ഞത് അദ്ദേഹമൊക്കെ ഭഗവാൻ പറഞ്ഞതൊക്കെ അവർ എഴുതിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ദുഃഖിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞ വാക്കാണ്. അതിൽ ഭഗവാൻ എന്താ പറയുന്നു? സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും വിട്ട് എന്നെ ഭജിക്കണം. ഇത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം അതുകൊണ്ടാണ് ഗീത വായിക്കുമ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് വായിക്കാൻ എന്താ കാരണം? എല്ലാ ധർമ്മങ്ങളെയും വിട്ട് എന്നെ ഭജിക്കണം പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഒരു കുട്ടി സന്ധ്യാനം ചെയ്യുന്നില്ല. എന്താ ചോദിച്ചപ്പോൾ ഭഗവാൻ ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നു? സർവധർമാൻ പരിത്യജ്യ, ധർമ്മങ്ങളൊക്കെ വിട്ടിട്ടാണ് എന്നെ ഭജിക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം സന്ധ്യാവനം വിടണം, പിന്നെ അച്ഛനമാർ നോക്കുന്നത് ഉപേക്ഷിക്കണം, പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് വേണ്ടേ ഭഗവാനെ ഭജിക്കാണ്. അതാണ് വിഡ്ഢിത്തനം. ഉപേക്ഷിക്കണമെങ്കിൽ ഉള്ളതല്ലേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. സന്ധ്യാവനം ചെയ്യാതെ പിന്നെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഉള്ളതന്നെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ, ഇല്ലാതെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ധർമ്മങ്ങളെ ഉപേക്ഷിക്കണം പറഞ്ഞാൽ വിടണം പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മങ്ങൾ ചെയ്യണം, അത് നാരായണായാതി സമർപ്പയാമിന് സമർപ്പിക്കണം. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സർവധർമാൻ പരിത്യജ്യ. രാമാനുജാചാര്യൻ അത് വ്യാഖ്യാനിക്കുമ്പോൾ സർവ അധർമാൻ പരിത്യജ്യ അതുകൂടി അവിടെ ചേർത്തിരിക്കുന്നു. അപ്പോൾ സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളും വേണ്ട വിധത്തിൽ ചെയ്യണം, അത് ഭഗവാനക്കായിട്ട് സമർപ്പിക്കണം. മാമേകം ശരണം വ്രജ, അങ്ങനെ എന്നെ ശരണം പ്രാപിച്ചാൽ ഞാൻ ഇത് ചെയ്യും. അഹം ത്വാ സർവപാപേഭ്യ, എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നെ ഞാൻ വിമോചനം ചെയ്യാം. മോക്ഷയിഷ്യാമി മാ ശുചഃ, നീ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നു. രാമൻ പറയുമ്പോൾ രാമാണ് വിളിക്കണം പറയുന്നു. പിന്നെ കൃഷ്ണാവതാരത്തിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം, എല്ലാ ധർമ്മങ്ങളും ചെയ്ത് സമർപ്പിക്കണമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. വരാഹ ഭഗവാൻ ഒരു ചരമശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരാഹ ജയന്തി അല്ലേ, അതുകൊണ്ട് വരാഹ ഭഗവാന്റെ ചരമശ്ലോകമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. അവിടെ ഭഗവാൻ പറയുന്നു, ചിത്തേ മനസി സുസ്വസ്ഥേ ശരീരേ സതി യോ നരഃ തതസ്തം മ്രിയമാണന്തം കാഷ്ഠപാഷാണസന്നിഭം അഹം സ്മരാമി മദ്ഭക്തം നയാമി പരമാം ഗതിം. ചിത്തേ മനസി സുസ്വസ്ഥേ ശരീരേ സതി യോ നരഃ ധാതു സാമ്യേ സ്ഥിതേ സ്മർത്ത വിശ്വരൂപം ച മാമജം. ശരീരേ സതി സുസ്വസ്ഥേ, ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഇപ്പോൾ കാല് നടക്കാൻ പറ്റുന്ന സമയത്തിൽ ക്ഷേത്രത്തിൽ പോയി ആരാണ് തൊഴുന്നുവോ, കൈകളിൽ ആരോഗ്യമുള്ള സമയത്തിൽ ഭഗവാനക്ക് മാല കെട്ടി ആരാണ് സമർപ്പിക്കുന്നുവോ, ചെവി നന്നായിട്ട് കേൾക്കേണ്ട സമയത്തിൽ ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതി, കണ്ണിടെ കാഴ്ചയുള്ള സമയത്തിൽ ഭാഗവത ഗ്രന്ഥം വായിച്ചാൽ മതി. ആരോഗ്യമുള്ള സമയത്ത് ഭഗവാനെ ഭജിച്ചാൽ മതി. പിന്നെ ആരോഗ്യമില്ലാത്ത സമയത്തിൽ വീട്ടിൽ വയ്യാതെ കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ.
പക്ഷേ ആരോഗ്യമുള്ള ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണ്ടതൊക്കെ ചെയ്തില്ലേ, പണ്ടൊക്കെ അങ്ങനെ അവിടെ പോയി ഇവിടെ പോയി അതൊക്കെ ചെയ്തില്ലേ, മനസ്സുകൊണ്ട് സ്മരിക്കാം. സ്മരണേ സുഖം. ശ്രീഭാഗവത സപ്താഹ സ്മരണേ സുഖം. സ്മരണേ സുഖം എന്ന് ഒരു കീർത്തനത്തിനെ ഗുരുനാഥൻ എഴുതുന്നത് വലിയ കീർത്തനമാണ്, ഹനുമാന്റെ വാൾ പോലെയാണ്. എന്തൊക്കെയാണ് സ്മരണേ സുഖം? ആ പാട്ടിൽ ഇങ്ങനെ കീർത്തനത്തിൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിൽ അവസാനം പറയുന്നത് ശ്രീമദ് ഭാഗവത സപ്താഹ. ആരോഗ്യമുള്ള സമയത്ത് സപ്താഹത്തിൽ ചെന്നിരുന്നവർ പിന്നെ പോകാൻ പറ്റാത്ത സമയത്തിൽ ഞാൻ അവിടെ കണ്ട് ശർമാജിര മല്ലിയൊരു സപ്താഹത്തിൽ ചെന്നിട്ടുണ്ട്, അവർ തിരുനക്കര ചെന്നിട്ടുണ്ട്, അവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ കോട്ടയം കഴിഞ്ഞാൽ 100 സപ്താഹം കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ വന്നവർക്ക് സ്മരിക്കാമല്ലേ. ഞാൻ അവിടെ തിരുവഞ്ചൂരിൽ കേട്ടിട്ടുണ്ട്, അവിടെ നാടകത്തിൽ കേട്ടിട്ടുണ്ട്, ഇവിടെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സ്മരിക്കാമല്ലേ. ശ്രീഭാഗവത സപ്താഹ സ്മരണേ സുഖം. അങ്ങനെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ സത്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വയ്യാതെ കിടക്കുമ്പോൾ അതൊക്കെ സ്മരിച്ചാൽ മതി. അത് ഭഗവാൻ അത് മനസ്സിലാക്കി അവസാനം ധാതുസാമ്യേ സ്ഥിതേ സ്മർത്ത വിശ്വരൂപഞ്ച മാമജം. പിന്നെ അവസാനത്തിൽ നമ്മൾ കട്ട പോലെ കല്ല് പോലെയായിരിക്കും. തതസ്ഥം മ്രിയമാനന്ദം കാഷ്ഠപാഷാണ സന്നിഭം. അപ്പോൾ ഭഗവാൻ ചെയ്യും, അഹം സ്മരാമി മദ്ഭക്തം. എൻ്റെ ഭക്തനെ അപ്പോൾ ഞാൻ സ്മരിക്കാം. കാരണം അവർക്ക് സ്മരിക്കാൻ ഇപ്പോൾ സ്മൃതി ശക്തിയൊക്കെ കുറഞ്ഞു പോകും. പ്രായമാവുമ്പോൾ സ്മൃതിശക്തി കുറയില്ലേ. മഹണപ്പുളം നീ ആരാണ് ചോദിക്കും, നീ എന്ത് രണ്ടാമത്തവണോ, അങ്ങനെയാണോ, ശരി അങ്ങനെ അതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ നിന്നെ രണ്ടാമത്തവണ, അങ്ങനെയാണോ, ശരി എന്നുള്ളൂ പോയി. അങ്ങനെ സ്മൃതിഭ്രംശം വന്നാലും അഹം സ്മരാമി, ഞാൻ ആ ഭക്തനെ സ്മരിക്കും. ഇവിടെ വ്യാഖ്യാനിക്കുന്നവർ മഹാത്മാക്കളൊക്കെ പ്രിയവാചാൻപിള്ളയൊക്കെ സ്മരാമി പദത്തിന് സ്മാരയാമി, ഞാൻ നിന്നെ അവനെ സ്മരിപ്പിക്കും. ഈ പണ്ട് വന്നല്ലേ ഇവിടെ കുമാരനല്ലോ, അവിടത്തുള്ള ആളാണ് ഞാൻ എന്ന് ഭഗവാൻ പറയും. അഹം സ്മരാമി ചോദിക്കും. പല ഭഗവാൻ നമ്മുടെ മുന്നിലെത്തും. ഒരു മഹാത്മായുടെ മുന്നിൽ ഭഗവാൻ ദർശനം കൊടുത്തു, ചതുർഭുജ ശംഖചക്ര കഥാപത്മധാരിയായിട്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ് ചോദിച്ചു. എന്നാ ഇത് കേരളത്തിൽ നോക്കിയാൽ രാമനും പറയും, കൃഷ്ണൻ പറയും, ലക്ഷ്മണൻ, ഏത് സ്വാമി പറഞ്ഞാലും എല്ലാം ആ ചതുർഭുജമേ ഉള്ളൂ. രാമൻ പറഞ്ഞാൽ വില്ല് കാണണ്ടേ, തൃപ്തിയാർ പോയി രാമനാണ് പറഞ്ഞത്. നോക്കുമ്പോൾ രാവണില്ല, ചതുർഭുജ ശംഖചക്രം. ഇവിടെ ധന്വന്തരി പറയുന്നു, ഇത് ധന്വന്തരിക്ക് ഒന്നും അമൃത കളശം ഇതെങ്കിലും ഇതൊക്കെ വേണ്ടേ, അതുകൊണ്ടല്ലേ അവിടെ ചതുർഭുജമാണ്. എല്ലാം ചതുർഭുജം രൂപത്തിലായുമ്പോൾ ഒരു സ്വാമികൾ ചോദിച്ചു ഭഗവാനോട്, ഇങ്ങനെ 4 കൈ കാണിച്ചാൽ ഏത് ഭഗവാനാണ്, ഏത് ഊറുകാരനാണ് എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ആ ശാർങ്ക വില്ല് എടുത്ത് കാണിച്ചു. അപ്പോൾ മനസ്സിലായി കുംഭകോണത്തിലുള്ള ശാർങ്കപാണിയാണ്. അപ്പോൾ പറഞ്ഞു, ശാർങ്കം ആച്ഛാദയ പ്രഭോ, എനിക്ക് ശാർങ്കം കാണിക്കേണ്ട, കാരണം വില്ല് എടുത്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടുതലാവുന്നു, അത് ദൃഷ്ടിയായി പോകും, സാധാരണ ചതുർഭുജത്തിലായാൽ മതി അങ്ങനെ പറയും. അപ്പോൾ സ്മാരയാമി, അവസാന സമയത്തിൽ ഞാൻ ആ ഭക്തനെ സ്മരിപ്പിക്കും എന്നാണ് ഭഗവാൻ പറയുന്നു. അഹം സ്മരാമി. കാരണം വേദത്തിൽ പ്രാർത്ഥന അങ്ങനെ ഉണ്ട്. അഗ്നേനയ സുപചാരായേ അസ്മാൻ വിശ്വാണി ദേവ വയുനാനി വിദ്വാൻ യോദ്യസ്മജ്ജുരാണമേനോ ഭൂയിഷ്ഠാൻ തേ നമഭുക്തിം വിധേമ. ഇത് ഈശാവാസ്യ ഉപനിടത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇത് കർമ്മപ്രയോഗത്തിലുമുണ്ട്, ജ്ഞാനപ്രയോഗത്തിലുമുണ്ട്. കർമ്മത്തിലാവുമ്പോൾ അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു, അഗ്നി ഭഗവാനെ എന്നെ നല്ല വഴിയിൽ കൊണ്ടുപോകണേ, എൻ്റെ പാപങ്ങളെ യോധി, എൻ്റെ പാപമാർഗത്തിൽ നല്ല വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പാപം ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ, ആ പാപത്തൊക്കെ നീക്കണം. ഭൂയിഷ്ഠാന്തെ, ഞാൻ എന്നെ നമസ്കരിക്കുന്നു, അഗ്നി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വേദാന്ത പറയുമ്പോൾ അഗ്നിയുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവോട് പ്രാർത്ഥിക്കുന്നു, എന്നെ നല്ല വഴിയിൽ നയിക്കണേ. നയ എന്ന ഒരു പ്രാർത്ഥന. പിന്നെ ക്രതോസ്മര കൃതജ്ഞസ്മര, ഭഗവാനെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെ സ്മരിക്കണേ. അന്ന് അമ്പലത്തിൽ വന്നതൊക്കെ സ്മരിച്ചോളൂ. പോകുമ്പോൾ അറിയാതെ വേറെ ആളുടെ ചെരുപ്പ് കൊണ്ടുപോയത് മറന്നോളൂ. ചിലപ്പോൾ അങ്ങനെ തെറ്റ് പറ്റും, അതൊക്കെ മറന്നോളൂ. കൃതോസ്മര, ഞാൻ ചെയ്ത സത്കർമ്മങ്ങൾ മാത്രം ഓർമ്മിച്ചോളൂ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രം. ആ മന്ത്രത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഭഗവാനോട് പറയുന്നു, അഹം സ്മരാമി നയാമി. സ്മര നയ, എൻ്റെ സത്കർമ്മങ്ങളെ സ്മരിക്കൂ, എന്നെ നല്ല വഴിയിൽ നയിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നു വേദത്തിൽ. അതിൻ്റെ ഉത്തരമാണ് വരാഹ പെരുമാൻ പറയുന്നു, അഹം സ്മരാമി മദ്ഭക്തം നയാമി പരമാം ഗതിം. ആരോഗ്യമുള്ള സമയത്ത് എന്നെ സ്മരിച്ചാൽ മതി, പിന്നെ അവസാന സമയത്ത് ഞാൻ അവനെ സ്മരിച്ച് ഞാൻ
കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ജലം ഭിത്വാ യഥാപത്മം നരകാദുദ്ധരാമ്യഹം കൃഷ്ണ കൃഷ്ണേതി കൃഷ്ണേതി യോമാ സ്മരതി നിത്യസഹ. എപ്പോഴും ഇടയ്ക്ക് കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പാണ് പറഞ്ഞിരുന്നാൽ മതി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ. സച്ചിദാനന്ദ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തോണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ നാമം ജപിച്ചാൽ മതി. കൃഷ്ണ കൃഷ്ണേതി കൃഷ്ണേതി യോമാ സ്മരതി നിത്യസഹ. അങ്ങനെ നാമം ജപിക്കുന്ന ഭക്തന് എങ്ങനെ ചളിക്കുണ്ടിൽ നിന്നും താമരയെ ഒരു ഗജേന്ദ്രൻ അത് വലിച്ചെടുക്കുമ്പോൾ അതുപോലെ ഈ സംസാര ചളിക്കുണ്ടിലിരിക്കുന്ന ആ ഭക്തനെ ജീവനെ ഞാൻ താമര പോലെ സ്വീകരിച്ച് കയ്യിൽ വയ്ക്കുമോ. അതാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ താമര വെച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്തർത്ഥം? നമ്മൾ ഓരോരോ ജീവന്മാരും താമരയാണ്. നമ്മളൊക്കെ ഭഗവാൻ ഈ സംസാരത്തിൽ പറിച്ച് കയ്യിൽ വെച്ച് രക്ഷിക്കും എന്നാണ് താത്പര്യം. ഇന്ന് വരാഹ ഭഗവാന്റെ ജയന്തിയാണ്. വരാഹ പെരുമാനാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി ഈ ഭൂമിയെ ഉദ്ധരിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്നു. ഇത് നമ്മൾ കാത്തിരിക്കുന്ന പറഞ്ഞാൽ അർത്ഥം കാത്തിരിക്കുന്നു പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുന്നില്ലേ, നമ്മളെ കാത്ത് രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ ജ്ഞാനപ്പീരാനായിട്ട് വർണ്ണിക്കുന്നു. നല്ല ബുദ്ധിശക്തി വേണ്ടവർ അവരൊക്കെ വരാഹ പെരുമാണ ഭജിച്ചാൽ നല്ല ബുദ്ധി ഉണ്ടാവും. വിദ്യാഗുരവേ നമോ നമഃ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നു. നമുക്ക് വിദ്യ കൊടുക്കുന്ന ദേവനാണ് വരാഹ പെരുമാൻ. നമ്മൾ വരാഹ പെരുമാനെ സ്മരിച്ചു.